ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction. In coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. UN വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയ്മിസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ US വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11-നാണ് വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3-നാണ്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം UDF-ൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി A. ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും UAE-യും ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30-ന് ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30-ന് ബ്രസീൽ സ്കോട്ട്ലൻഡിന് എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോങ്കോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2ാം റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10ാമത് ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.
2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.